നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. യതി ശക്യോ മയാ ചേതും ജാമദഗ്ന പ്രതാപവാൻ ദൈവതാനി പ്രസന്നാനി ദർശയന്തു നിശാം മമ. എനിക്ക് ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്ന പരശുരാമനെ ജയിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ദേവതമാരെല്ലാവരും സന്തുഷ്ടരായി തീർന്നിട്ട് എനിക്ക് ഈ രാത്രിയിൽ ദർശനം തരണം, എന്നിട്ട് എനിക്ക് ജയിക്കാനുള്ളതായ മാർഗം കാണിച്ചു തരണം. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം ഉറങ്ങാൻ കിടന്നു. സരസ്വതീയാമത്തിൽ ഉണരുന്നതിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹം തൻ്റെ മുന്നിൽ അന്തരീക്ഷത്തിൽ ദിവ്യശരീരികളായിട്ടുള്ള 8 പേര് വന്നു നിൽക്കുന്നതായി കണ്ടു. അവർ പറയുന്നതായി അദ്ദേഹത്തിന് കേൾക്കാൻ സാധിച്ചു. ഉത്തിഷ്ഠ മാ ഭൈർ ഗാംഗേയ ന ഭയം തെസ്തി കിഞ്ചന. അല്ലയോ ഗംഗാപുത്ര, അങ്ങ് എണീൽക്കുക. അങ്ങൊരിക്കലും ഭയക്കേണ്ട കാര്യമില്ല, അങ്ങൊരിക്കലും ദുഃഖിക്കേണ്ട കാര്യമില്ല. അങ്ങയ്ക്ക് ഭീഷ്മനായിരിക്കുന്ന അങ്ങയ്ക്ക് പരശുരാമനെ ജയിക്കാൻ സാധ്യമല്ല എന്നുള്ളതായ വിചാരം ആവശ്യമേയില്ല. ത്വമേവ സമരേ രാമം വിജേത ഭരതർഷഭ. അല്ലയോ ഭീഷ്മ, ഭരതവംശത്തിന് അലങ്കാരമായിട്ടുള്ളവനെ, യുദ്ധത്തിൽ നീ തന്നെ രാമനെ ജയിക്കും. യുദ്ധത്തിൻ്റെ പരിണതി എന്താണ് എന്ന് അവര് ആ 24-ാം പുലരി ആരംഭിക്കുന്നതിന് മുമ്പ് സരസ്വതീയാമത്തിൽ അവർ ഭീഷ്മനോട് പറയാണ്, നീ യുദ്ധത്തിൽ ജയിക്കും, രാമനെ നീ ജയിക്കും. അതിനുള്ളതായ മാർഗമുണ്ട്, ഞങ്ങളിതാ നിനക്കത് കേൾപ്പിച്ചു തരാം. ഇതമസ്ത്രം സുദൈതം പ്രത്യഭിജ്ഞാസ്യതേ ഭവാൻ. ഞങ്ങളിതാ അങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ദിവ്യമായിരിക്കുന്ന അസ്ത്രത്തെ ഇതാ ഓർമ്മപ്പെടുത്തി തരുന്നു. അങ്ങത് സങ്കല്പിച്ചാൽ മതി. അല്ലയോ ഭീഷ്മ, അങ്ങയ്ക്ക് ആ അസ്ത്രം വശഗതമായി തീരും. എന്തുകൊണ്ടെന്നാൽ വിദിതം ഹി തവാപ്യേതത് പൂർവസ്മിൻ ദേഹധാരണേ. മുജ്ജന്മത്തിൽ അതെന്തായിട്ടായിരുന്നു? വസുവായിട്ടായിരുന്നു. അങ്ങനെ വസുവായിട്ട് ഉള്ള കഴിഞ്ഞ ആ ശരീര സ്വീകാരം നടത്തിയുള്ളതായ അവസ്ഥയിൽ ഞങ്ങൾ ഈ ഓർമ്മിപ്പിക്കാൻ പോകുന്നതായ ഈ ദിവ്യായുധമുണ്ടല്ലോ, ആ ദിവ്യായുധം അങ്ങയ്ക്ക് വശഗതമായിരുന്നു. അത് എങ്ങനെ പ്രയോഗിക്കണം, എങ്ങനെ ഉപസംഹരിക്കണം എന്ന് അങ്ങയ്ക്ക് നന്നായിട്ട് അറിയുമായിരുന്നു. ആ അസ്ത്രത്തെ അങ്ങ് ഓർമ്മിച്ചുകൊള്ളുക. ഓർമ്മിക്കുന്ന അവസരത്തിൽ, സങ്കല്പിക്കുന്ന അവസരത്തിൽ അത് അങ്ങയുടെ ഓർമ്മയിലേക്ക് കടന്നു വരും സമ്പൂർണ്ണമായിട്ട്. ആ അസ്ത്രം എന്താണ്? അതിൻ്റെ വിശേഷങ്ങൾ എന്താണ്? പ്രാജാപത്യം വിശ്വകൃതം പ്രസ്വാപം നാമ ഭാരത. അല്ലയോ ഭാരത, അതിൻ്റെ പേര് പ്രസ്വാപം എന്നാണ്. അത് ആരെയും ഉറക്കാൻ വേണ്ടിയിട്ടുള്ള അസ്ത്രമാണ്. ഏതൊരു മഹാവീരനെയും ഉറക്കത്തിലേക്ക് വളരെ വേഗത്തിൽ വലിച്ചിടും ആ അമ്പ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ. അത് പ്രജാപതിയുടേതായ അസ്ത്രമാണ്. അത് നിർമ്മിച്ചിരിക്കുന്നത് വിശ്വസൃഷ്ടാവായ വിശ്വകർമാവാണ്. അങ്ങനെ പ്രജാപതിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് വിശ്വകർമാവ് നിർമ്മിച്ച ആ അസ്ത്രം അങ്ങയ്ക്ക് പൂർവ്വദേഹത്തിൽ, മുമ്പുണ്ടായിരുന്ന ദേഹത്തിൽ, ഇപ്പോൾ സ്ഥൂല ശരീരം ധരിച്ച മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ കഴിയുന്നു. പൂർവ്വദേഹത്തിൽ അങ്ങയ്ക്ക് ഇത് വശംവദമായിരുന്നു. ഇപ്പോൾ ഓർത്താൽ മാത്രം മതി.
പൂർവ്വദേഹം ആരുടേതാണ്? ഈ ജീവൻ്റേത് തന്നെയാണ്. ജീവന് മാറ്റമില്ല. ഒരു ദേഹത്തിൽ നിന്ന് വേറൊരു ദേഹത്തിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ദേഹമാണ് മാറുന്നത്, ജീവന് യാതൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ജീവന് തപോബലമുണ്ടെങ്കിൽ മുജ്ജന്മത്തിലുള്ള സർവ്വകാര്യങ്ങളും കടന്നുപോയ ജന്മങ്ങളിലുള്ള സർവ്വ നേട്ടങ്ങളും സർവജ്ഞാനങ്ങളും ഓർമ്മയിലേക്ക് വരുത്തി അതിനെ പ്രയോഗക്ഷമമാക്കി തീർക്കാൻ കഴിയും. അങ്ങനെയുള്ളതായ ആ അസ്ത്രം അങ്ങയ്ക്ക് വശംവദമാണ്. സങ്കല്പിച്ചാൽ മാത്രം മതി. നഹീതം വേദ രാമോപി പൃഥിവ്യാം വാ പുമാൻ കുചിത്. ഈ അസ്ത്രത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഇതിനെ ഭാർഗവരാമൻ അറിഞ്ഞുകൂടാ. ഭാർഗവന്റെ കയ്യിൽ ഈ അസ്ത്രമില്ല. അതേപോലെ തന്നെ ഈ ഭൂമിയിലുള്ള ഒരൊറ്റ മനുഷ്യന്റെ കയ്യിലും ഈ അസ്ത്രമില്ല. മറ്റ് ദേവന്മാരുടെ കരങ്ങളിലും ഈ അസ്ത്രമില്ല. വസുക്കളായ നമ്മളുടെ കയ്യിൽ മാത്രമേ ഈ അസ്ത്രമുള്ളൂ. അതുകൊണ്ട് അങ്ങയ്ക്ക് ഇത് വിജയപ്രദമായി തീരും. തത് സ്മരസ്വ മഹാബാഹോ പൃശം സംയോജയസ്വച്ച്. ആ അസ്ത്രത്തെ, പ്രസ്വാപനാസ്ത്രത്തെ അങ്ങ് ശ്രദ്ധയോടുകൂടിയിട്ട് മനസ്സിൽ ഉണർത്തുക, ഓർമ്മിക്കുക. ഓർമ്മിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യക്ഷമാണ്. അതിനെ വില്ലിൽ തൊടുക്കുക. അല്ലയോ രാജേന്ദ്ര, അങ്ങ് ആ അസ്ത്രത്തെ വില്ലിൽ തൊടുത്തു കഴിഞ്ഞാൽ ആരുടെ നേരെയാണോ അത് അങ്ങ് പ്രയോഗിക്കുന്നത്, ആ ആള് അതിനെ തടുക്കാൻ ശേഷിയില്ലാതെയായി ഉറങ്ങിപ്പോകും. നചരാമ ക്ഷയം ഗന്ധ തേനാസ്ത്രേണ നരാധിപ. അങ്ങനെ ഉറങ്ങിപ്പോകും എന്നുള്ളത് കൊണ്ട് ഭാർഗവരാമൻ എന്തെങ്കിലും അപകടമുണ്ടാകുമോ എന്നുള്ള ഭയം അങ്ങയ്ക്ക് വേണ്ട. ഈ അമ്പുകൊണ്ട് ഭാർഗവരാമന് ഒരിക്കലും വിനാശം ഉണ്ടാവില്ല. ഭാർഗവൻ ഉറങ്ങിപ്പോവും. ഉറങ്ങിക്കഴിഞ്ഞാൽ ഭാർഗവൻ യുദ്ധത്തിൽ തോറ്റു. അത്രയേ ഉള്ളൂ. ഭാർഗവന് ഒരു വിനാശവും ഉണ്ടാവില്ല. ഭാർഗവന് വിനാശം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പാപം ഭീഷ്മന് വരുമല്ലോ. അങ്ങനെയും ഭയക്കേണ്ട കാര്യമില്ല. ഏനസ നതു സംയോഗം. ഒരിക്കലും പാപം അങ്ങയ്ക്ക് വന്നു ചേരുകയുമില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. ഈ അസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ ജയിക്കുക. തതോജിത്വ ത്വമേവേനം പുനരുത്ഥാപയിഷ്യസി. ഈ പ്രസ്വാപനാസ്ത്രം കൊണ്ട് പരശുരാമനെ ഉറക്കി ഈ യുദ്ധത്തിൽ നീ ജയിച്ചതിന് ശേഷം പുനരുത്ഥാപയിഷ്യസി, നീ അദ്ദേഹത്തെ ഉണർത്തും. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവനാശം ഒരിക്കലും വരില്ല. അതിനു വേണ്ടിയിട്ട് സംബോധനാസ്ത്രമുണ്ട്. അതും ഇതോടൊപ്പം അങ്ങയ്ക്ക് സ്മൃതിയിലേക്ക് വരും. അങ്ങയ്ക്ക് പ്രിയപ്പെട്ട അസ്ത്രമാണത്. അങ്ങയ്ക്ക് വശംഗതമായിരിക്കുന്ന അസ്ത്രമാണ്. ആ അസ്ത്രത്താൽ നീ അദ്ദേഹത്തെ, പരശുരാമനെ ഉണർത്തിക്കൊള്ളുക. അതുകൊണ്ട് ഏവം കുരുഷ്വ കൗരവ്യ പ്രഭാതേ രഥമസ്ഥിത. നേരം പുലരുമ്പോൾ യുദ്ധത്തിനിറങ്ങുമല്ലോ, അതിനു വേണ്ടിയിട്ട് രഥത്തിലേറുമല്ലോ. അങ്ങനെ രഥത്തിലേറി പടക്കളത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പ്രകാരത്തിൽ അല്ലയോ ഭീഷ്മ അങ്ങ് പ്രവർത്തിച്ചുകൊള്ളുക. പരശുരാമൻ ഉറങ്ങിക്കഴിഞ്ഞാൽ മരിച്ചതിന് തുല്യമാണ്. അതോടുകൂടി പരശുരാമൻ തോറ്റുകഴിഞ്ഞു എന്ന് പ്രഖ്യാപിതമായി കഴിയുന്നു. അതിനുശേഷം പരശുരാമനെ ഈ ഉണർത്തുവാനുള്ള സംബോധനാസ്ത്രം കൊണ്ട് ഉണർച്ചയിലേക്ക് നയിക്കുക. ഇങ്ങനെ ഭീഷ്മന് തനിക്ക് തന്നെ മുൻ ശരീരത്തിൽ വശംഗതമായിരുന്ന, വസുവായിരുന്നപ്പോൾ വശംഗതമായിരുന്ന ഈ ശരീരം വീടുമ്പോഴേക്കും വീണ്ടും ആ വസുവായി തന്നെ മാറും. ആ അസ്ത്രത്തെ ഭീഷ്മൻ ഇപ്പോൾ ഓർത്തു. ഭീഷ്മൻ അതറിഞ്ഞു. അത് തനിക്ക് സ്വാധീനമാണ് എന്നറിഞ്ഞു. വളരെയേറെ സന്തുഷ്ടനായി തീർന്നു. പരശുരാമന് ജയിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതായ ഭയം ഹൃദയത്തിൽ നിന്ന് വിട്ടകന്നു. തത് സമഭവതി യുദ്ധം മമ തസ്യ ച ഭാരത തുമുലം സർവഭൂതാനാം ലോമഹർഷണമദ്ഭുതം. അത് കഴിഞ്ഞിട്ട് നേരം പുലർന്നു കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം ആരംഭിച്ചു. ഈ ലോകത്തിൽ ആർക്കായാലും രോമാഞ്ചമുളവാക്കുന്ന പ്രകാരത്തിൽ
യുദ്ധവീരന്മാർ ഏറ്റുമുട്ടുന്നത്, സമർത്ഥമായിട്ട് ഏറ്റുമുട്ടുന്നത് കാണുമ്പോഴേക്കും സന്തോഷം കൊണ്ട് രോമാഞ്ചം ഉണ്ടാകും വീരന്മാർക്ക്. അല്ലാതുള്ളവർക്ക് ഭയം കൊണ്ട് രോമാഞ്ചമുണ്ടാകും. ഇങ്ങനെ ആരിലും രോമാഞ്ചമുണ്ടാക്കുന്നതായ ഭീകരമായിട്ടുള്ള യുദ്ധം, ഭയങ്കരമായ യുദ്ധം ഞങ്ങൾ തമ്മിൽ അടുത്ത പുലരിയിലും ഉണ്ടായി. ആ യുദ്ധ കോലാഹലങ്ങൾക്കിടയ്ക്ക് രാമൻ അത്യധികം ക്രോധിച്ചു. ആ യുദ്ധത്തിൻ്റെ സുദീർഘമായ വർണ്ണനയുണ്ട്. രാമൻ വളരെയേറെ ക്രോധിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ വീഴ്ത്താൻ വേണ്ടിയിട്ട് പ്രാതുശ്ചകേ തഥാ ബ്രാഹ്മം പരമാസ്ത്രം മഹാവ്രത, അങ്ങേയറ്റം ബലശാലിയായിരിക്കുന്ന ബ്രഹ്മാസ്ത്രത്തെ, ബ്രാഹ്മമായ അസ്ത്രം, ബ്രഹ്മാസ്ത്രം, അതിന് മറുമരുന്ന് ബ്രഹ്മാസ്ത്രം മാത്രമേ ഉള്ളൂ, വേറൊരു മരുന്നില്ല. അങ്ങനെയുള്ള ആ അസ്ത്രത്തെ അദ്ദേഹം തൻ്റെ വില്ലിൽ ആരോപിച്ചു. മഹാവ്രതശാലിയായിരിക്കുന്ന പരശുരാമൻ എന്നിട്ട് ആ ബ്രഹ്മാസ്ത്രത്തെ എൻ്റെ നേരെ, എന്നെ സംഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രയോഗിച്ചു. ആ അവസരത്തിൽ ആ ബ്രഹ്മാസ്ത്രത്തിന് മറുപടി ബ്രഹ്മാസ്ത്രം മാത്രമേ ഉള്ളൂ. ഞാനും ബ്രാഹ്മമേവ അസ്ത്രമുത്തമം മയാ പ്രയുക്തം, ബ്രാഹ്മമായിരിക്കുന്ന ഉത്തമമായ അസ്ത്രത്തെ തന്നെ, ബ്രഹ്മാസ്ത്രത്തെ തന്നെ ഞാൻ പ്രയോഗിച്ചു. മയാ പ്രയുക്തം, ഞാൻ പ്രയോഗിച്ചു. അത് ആളിക്കത്തിക്കൊണ്ട് ഭാർഗവരാമന്റെ നേരെ ചെന്നു. ഈ രണ്ട് അസ്ത്രങ്ങളും അഭിമുഖമായിട്ട് ആളിക്കത്തിയിട്ട് ഒരുമിച്ച് ആ പടക്കളത്തിൽ ഞങ്ങൾ രണ്ടുപേരുടെയും മധ്യത്തിൽ നിന്ന് ജ്വലിക്കുമ്പോൾ തതശ്ചാല പൃഥിവി, ഈ ഭൂമി കമ്പനം ചെയ്യാൻ തുടങ്ങി, ഇളകിമറിഞ്ഞു തുടങ്ങി. എങ്ങനെ? സപർവത വനദ്രുമ, പർവ്വതങ്ങളോടൊപ്പം ഭൂമി കുലുങ്ങി, കാടുകളോടൊപ്പം വൃക്ഷങ്ങളോടൊപ്പം ഭൂമി ഇളകിമറിഞ്ഞു. അപ്പോൾ സന്തപ്താനിച്ച ഭൂതാനി, സമസ്ത ഭൂതങ്ങളും, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണോ ഈ പ്രപഞ്ചത്തിലുള്ളത്, അവയെല്ലാം അങ്ങേയറ്റം ദുഃഖിതമായി തീർന്നു, ഭയചകിതമായി തീർന്നു. വല്ലാത്ത പ്രകാരത്തിലുള്ളതായ മരണഭയം അവയെല്ലാം പിടികൂടി. ആ അവസരത്തിൽ പ്രജ്ജ്വാല നഭോരാജൻ ധൂമായന്തേ ദിശോദശ, ആകാശം ആളിക്കത്താൻ തുടങ്ങി, നിന്ന് കത്താൻ തുടങ്ങി. 10 ദിക്കുകളും കഠിനമായിരിക്കുന്ന പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ആകാശത്തിലൂടി ചരിക്കുന്ന ജീവരാശികൾക്ക്, അത് സ്ഥൂല ശരീരത്തോടുകൂടി പറക്കുന്ന പക്ഷികൾ തുടങ്ങിയവയ്ക്കും, അതേപോലെ തന്നെ സൂക്ഷ്മ ശരീരികളായി ആകാശത്ത് നിൽക്കുന്ന ദേവാദികൾക്കുമൊക്കെ ഈ ബ്രഹ്മാസ്ത്രങ്ങളുടെ ആ തേജസ് വളരെയേറെ ക്ലേശകരമായി തീർന്നു. അവർക്കെല്ലാവർക്കും ഭയത്തെ അത് ഉളവാക്കി. തതോ ഹഹാകൃതേ ലോകേ സദേവാസുര രാക്ഷസേ, ലോകം മുഴുവൻ ഹാ 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 എന്ന് ഭയം കൊണ്ടും ദുഃഖം കൊണ്ടും നിലവിളിക്കാൻ തുടങ്ങി.